ഹായ്, എൻ്റെ പേര് ഷാഫി. തൃശ്ശൂരാണ് വീട്, ഇരിങ്ങാലക്കുട ഭാഗത്തായിട്ട്. ഞാൻ ഇപ്പോൾ ഒരു ഇസ്ലാമിക് കോളേജിൽ നിന്നുകൊണ്ട് പഠിക്കുകയാണ്, ഹോസ്റ്റലിൽ നിന്നുകൊണ്ട് പഠിക്കുകയാണ്. അതിൻ്റെ കൂടെ BA പൊളിറ്റിക്സ് പഠിച്ചിരുന്നു. BA പൊളിറ്റിക്സിന് ശേഷം ഇൻ്റർനാഷണൽ റിലേഷൻസ് സബ്ബായിട്ട് വരുന്ന ഒരു യൂണിവേഴ്സിറ്റി നോക്കി, പൊളിറ്റിക്കൽ സയൻസിൽ തന്നെ ഒരു യൂണിവേഴ്സിറ്റി നോക്കിയിരുന്നു. അപ്പം അങ്ങനെ നോക്കിയ സമയത്ത് ഇന്ത്യയിലാകെ 2 യൂണിവേഴ്സിറ്റീസ് ഉണ്ടായിരുന്നു. ഒന്ന് ഇഗ്നോയും പിന്നൊന്ന് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ ജവഹർലാൽ നെഹ്റു എടുക്കുകയാണെങ്കിൽ അവിടെ അക്കോമഡേറ്റ് ചെയ്ത് പഠിക്കണം, അവിടെ പോയി താമസിച്ച് പഠിക്കേണ്ട ആവശ്യകത ഉള്ളതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു സാഹചര്യം അല്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പോൾ നിലവിൽ പഠിക്കുന്ന ഹോസ്റ്റലിൽ നിന്ന് അങ്ങനെ മാറി നിന്ന് പഠിക്കാൻ പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ട് ആണ് ഞാൻ ഇഗ്നോ ചൂസ് ചെയ്തത്. എൻ്റെ അതൊരു നല്ലൊരു തീരുമാനമായിരുന്നു. ഇപ്പോൾ നിലവിൽ അങ്ങനെ ഒരു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ടോപ്പ് ഇഗ്നോ ആണല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇഗ്നോ എടുത്തത്. ഇഗ്നോ എടുക്കുന്ന സമയത്ത് എനിക്കതിനെപ്പറ്റി ഒന്നും അറിയില്ല, എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളെന്നോ ചോദിച്ചറിയാനോ പരിചയത്തിലോ ഞാൻ പഠിക്കുന്നവർക്ക് ആരും ഇഗ്നോയിൽ ഇതുവരെ ചേർന്നിട്ടില്ല. അപ്പം അങ്ങനെ ഞാൻ നെറ്റിലും ഒക്കെ അടിച്ചു നോക്കിയാൽ മറ്റൊരു സപ്പോർട്ട് വേണമല്ലോ, എവിടെന്നെങ്കിലുമൊക്കെ നമുക്ക് സംശയങ്ങൾ എന്തായാലും ചോദിക്കുന്ന ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഞാൻ ഇൻ്റർനെറ്റിലൂടെയൊക്കെ ഇങ്ങനെ യൂട്യൂബിലൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്തു, ഒരു സപ്പോർട്ടീവ് സിസ്റ്റം എവിടെന്നെങ്കിലും കിട്ടുകയാണെങ്കിൽ ഞാൻ ആരെങ്കിലുമൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ന് നോക്കി ഇങ്ങനെ യൂട്യൂബിലും ഇൻ്റർനെറ്റിലൊക്കെ സെർച്ച് ചെയ്ത സമയത്താണ് ഏറ്റവും കൂടുതൽ എൻ്റെ കണ്ണിൽ പെട്ടത് ലാംഗ്വേജാണ്. അങ്ങനെയാണ് ഞാൻ ലാംഗ്വേജിലേക്ക് ചേരുന്നത്. എല്ലാം പെട്ടെന്നായിരുന്നു, വളരെ പെട്ടെന്ന് ഇഗ്നോ ചൂസ് ചെയ്യുന്നു, പെട്ടെന്ന് തന്നെ ലാംഗ്വേജ് എടുക്കുന്നു, 8 ദിവസത്തിനുള്ളിൽ ഇവിടെ രജിസ്റ്റർ ചെയ്ത് ലാംഗ്വേജിൽ ചേരുന്നു. ഇപ്പോൾ കുഴപ്പമില്ല, ലാംഗ്വേജിൽ മെൻറ്ററൊക്കെ അടിപൊളിയാണ്. അങ്ങനെ അവരുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെടുക്കുക ഇങ്ങനെ ഓർമ്മിപ്പിക്കലും അങ്ങനെ നമ്മളങ്ങനെ ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതുകൊണ്ട് ഇതിൻ്റെ ഇടയിൽ നമ്മൾ വിട്ടുപോകാതെ പാഠങ്ങളും അസൈൻമെൻറ്റ്സും കാര്യങ്ങളൊക്കെ അങ്ങനെ പോകുന്നുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ എല്ലാം കൂടി ആയിട്ട് എവിടെയെങ്കിലുമൊക്കെ ഒരു പാളിച്ച പറ്റുമായിരുന്നു. ഇതിപ്പോൾ ഇവരൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ പാളിച്ചകളൊന്നും ഇല്ല. എന്തായാലും നന്നായിട്ട് പോകുന്നു. പഠിക്കുന്ന എല്ലാവർക്കും നന്മ നേരുന്നുണ്ട്.